നമ്മുടെ ഇത് അടിപൊളി വർക്കാവാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ടെസ്റ്റ് ചെയ്യായിരുന്നു. അപ്പോൾ എന്തായാലും ഇത്രയുള്ള നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഗൈസ്. അപ്പോൾ നമ്മുടെ ബൈക്ക് അവർ പറഞ്ഞ പോലെ ഒന്നും കൊണ്ടുപോകണമെന്നില്ല ഗൈസ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ ഉള്ളിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ എത്തുന്നുണ്ട്. ഗൈസ് ഇപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കൊടുക്കുന്ന വെയിൽ ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേര് നമ്മളോട് പറഞ്ഞ സംഭവമാണ് നമ്മുടെ ഡ്രോണിൻ്റെ വീഡിയോ ചെയ്യാനായിട്ട്. സോ നമ്മൾ ഡ്രോണിൻ്റെ വീഡിയോ നമ്മൾ ഒരു വട്ടം ചെയ്തതാണ്. സോ അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ ഞാൻ വ്യത്യസ്തമായ എന്തെങ്കിലും ഡ്രോണും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ചെയ്യപ്പോഴാണ് ആമസോണിൽ ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ കാണുന്നത്. നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടാവും. സോ അപ്പോൾ അതാണ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. വേറെ ഒന്നല്ല, ബൈക്ക് പറക്കാൻ പറ്റുന്ന ബൈക്കാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. സോ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ കാണാൻ ശ്രമിക്കുക. കാലാവസ്ഥ കൊള്ളാം കണ്ട, മേഘങ്ങളൊക്കെ അടിപൊളിയായിട്ട് എന്ത് കാണാനായിട്ട്. ഇതാണ് നമ്മുടെ പെട്ടി എന്ന് പറയുന്നത്. നമ്മുടെ ബൈക്ക് പറക്കുന്ന ബൈക്കിൻ്റെ പെട്ടിയാണ് ഈ കാണുന്നത്. അതേപോലെ തന്നെ നമ്മുടെ മുന്നത്തെ ഡ്രോണും കാര്യങ്ങളും കൂടെ കാണാൻ പറ്റും. ഇത് മുന്നത്തെ ഡ്രോണാണ്. മുന്നത്തെ ഡ്രോണിൻ്റെ റിമോട്ട് കൺട്രോൾ ഈ കാണുന്നതാണ്. ഇതാണ് നമ്മൾ നമ്മുടെ വീഡിയോ ചെയ്ത ഡ്രോണ്. സോ ഇത് വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ ഇതിൻ്റെ വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇതിപ്പോൾ പറക്കാൻ പറ്റില്ല, വേറെ ഒന്നല്ല, ഇതിൻ്റെ ബാറ്ററി ഇത് കാണുന്നതാണ്. സോ ചാർജ് ഇല്ല, അത്ര പ്രശ്നം മാത്രമേ ഉള്ളൂ. സോ ഇത് നമ്മൾ അതിൽ കൃത്യമായിട്ട് പറത്തിയിട്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മളൊരു ഹെലികോപ്റ്റർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 300 രൂപ 400 രൂപയുള്ള ഒരു ഹെലികോപ്റ്റർ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ വീഡിയോ നമ്മൾ യൂട്യൂബ് ചാനൽ കൊടുത്തിട്ടുണ്ട്. സോ അത് ജസ്റ്റ് കളിപ്പടം പോലെ നമ്മുടെ പൂരപ്പറമ്പിൽ കിട്ടുന്ന സംഭവമാണ്. ആരും അത് കേടായി പോയി. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ വേറെ ചെയ്തത് ഈ പോണ നമ്മുടെ ഒരു ഫ്ലൈറ്റാണ്, ഫൈറ്റർ ജെറ്റാണ്. ഇതിന് അപ്രോക്സിമേറ്റ്ലി 2000-2300 രൂപ വരുന്നുണ്ട്. അതിൻ്റെ അതിൻ്റെ റിമോട്ടാണ് ഇത് കാണുന്നത്. സോ അതിനോടൊക്കെ സിമിലർ ആയിട്ടുള്ള സംഭവമാണ് ഈ കാണുന്ന ബൈക്ക് എന്ന് പറയുന്നത്. സോ നമുക്കതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. നിങ്ങൾ വീഡിയോൻ്റെ കമൻറ്റിൽ അടുത്ത് നമ്മൾ ഏതൊക്കെ വാങ്ങണം, എന്തൊക്കെ പ്രൊഡക്ട്സ് വാങ്ങണം എന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ എന്തായാലും പറഞ്ഞോളൂ. ഓക്കെ, നിങ്ങളുടെ കമൻറ്റ് കണ്ടിട്ടാണ് ഞാൻ ഓരോ സാധനങ്ങളും പർച്ചേസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കിത് പൊളിക്കാം. ചെറിയൊരു പെട്ടിയാണ് ഇത്. എത്ര ചെറിയൊരു പെട്ടി വന്നേക്കുന്നത്. ഓക്കെ, വാവ്, നൈസ്. നോക്ക്, ഇതാണ് നമ്മുടെ പറക്കുന്ന ബൈക്കിൻ്റെ പെട്ടി എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ പറക്കുന്ന ബൈക്ക് ഇരിക്കുന്നത് കാണാൻ പറ്റും. ഇതാണ് അതിൻ്റെ ഒരു പെട്ടിയിൽ ഇത് വന്നിരിക്കുന്നത്. 2-in-1 ലാൻഡ് ആൻഡ് എയർ ഡ്യുവൽ മോഡ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഇത്. നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് നീല കളറാണ്. ഷോപ്പ് അവൈലബിൾ ആണ്. എനിക്ക് കണ്ടിട്ട് ഷോപ്പ് അടിപൊളി ലുക്കാണ്. ഓക്കെ, സോ നമുക്കിതൊന്ന് ഉള്ളിൽ നിന്ന് എടുത്ത് നോക്കാം. ഗൈസ്, ഈയടാ മോനെ ഗൈസ്, ഇതിൻ്റെ ഉള്ളിലിരിക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ റിമോട്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ റിമോട്ടും വെച്ച് നോക്കുമ്പോൾ ഇത് കമ്പാരിറ്റീവ്ലി ചെറുതാണ്. പിന്നെ അത് മാത്രമല്ല, ഇതിൽ ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലധികം ഓപ്ഷൻസ് കാര്യങ്ങളൊന്നും ഇല്ല നമ്മുടെ ഈ ഒരു ഡ്രോണിൻ്റെ ഇതിൽ. ഇതും ഏകദേശം നമ്മുടെ ഡ്രോണിൻ്റെ പോലൊക്കെ തന്നെയാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ബൈക്ക് എന്ന് പറയുന്നത്. 4 പ്രൊപ്പല്ലേഴ്സാണ് വന്നിരിക്കുന്നത്. പിന്നെ അതേപോലെ ലാൻഡ് ചെയ്യാനുള്ളൊരു സംഭവം വന്നിട്ടുണ്ട്. നമ്മുടെ ഡ്രോൺ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറുതാണ് നമ്മുടെ ഈ റൈറ്റ് എന്ന് പറയുന്നത്. ഗൈസ്, അതുപോലെ തന്നെ നമ്മൾ ഈ വാങ്ങുന്ന പ്രൊഡക്ട്സിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് മേടിക്കാൻ പറ്റും. സോ അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ അവിടെ താഴെ കൊടുത്തേക്കാം. ഇത് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്, ആമസോണിൽ നിന്നല്ല. ഈ പ്രാവശ്യം വാങ്ങിച്ചിരിക്കുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. കാരണം ആമസോണിൽ ഈ പ്രോഡക്റ്റിൻ്റെ ഡെലിവറി ഇല്ലാന്ന് അങ്ങനെ കാണിച്ചു. സോ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഈ പ്രൊഡക്റ്റ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ഗൈസ്, അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. സോ കുറച്ച് പ്ലാസ്റ്റിക്കിൻ്റെ ഇതിൽ വന്നിട്ടുണ്ട്. പിന്നെ അതിൽ നമ്മുടെ ചാർജിങ് കേബിളും അതേപോലെ 4 പ്രൊപ്പല്ലേഴ്സ് എക്സ്ട്രാ തന്നിട്ടുണ്ട്. നമ്മുടെ ഈ പ്രൊപ്പല്ലേഴ്സൊക്കെ എങ്ങാനും ഊരിപ്പോയി അങ്ങനെ കണ്ടാ ഇത് ഇങ്ങനെ എടുക്കാൻ പറ്റും. സോ ഇത് എങ്ങനെയൊക്കെ ഊരിപ്പോവുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ 4 എക്സ്ട്രാ പ്രൊപ്പല്ലേഴ്സും കാര്യങ്ങളും വന്നിട്ടുണ്ട്. സോ ഓക്കെ, ഇതിൽ നമ്മുടെ യൂസർ മാനുവൽ വന്നിട്ടുണ്ട്. ഈ യൂസർ മാനുവലിൽ നമ്മൾ കൃത്യമായിട്ട് വായിക്കണം, അല്ലെങ്കിൽ ഇത് ഓടിക്കാൻ പറ്റില്ല. നമ്മൾ ഇത് ഓടിക്കുന്ന പോലെ അല്ല, ഇത് കുറച്ചൊരു വ്യത്യാസമുണ്ട് നമ്മുടെ ഇത് ചെയ്യാനായിട്ട്. പിന്നെ ഇതിൽ ചാർജിങ് ഒക്കെ വന്നിരിക്കുന്നത് കണ്ട ഇതിൻ്റെ ഉള്ളിലാണ്. മറ്റേ സി ടൈപ്പ് ചാർജറൊന്നുമല്ല, മറ്റേ ഇങ്ങനെ പോയിൻറ്റഡ് ആയിട്ടുള്ളൊരു പിന്നാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇതിൽ നമ്മുടെ ഈ റിമോട്ടിൽ പല കാര്യങ്ങളും നോക്കണം. ഇത് ഫോർവേഡ് ബാക്ക്വേഡ് പോകാനായിട്ടുള്ളത്, അതേപോലെ തന്നെ ലാൻഡിങ്ങിനും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ഐറ്റംസ് കൊടുത്തിട്ടുണ്ട്. ഇത് കൃത്യമായിട്ട് വായിക്കണം. ഓക്കെ, നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾ വായിച്ച് നോക്കണം. സോ ഇത് ഞാൻ വായിച്ച് നോക്കിയിട്ട് വരാം. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് ഐറ്റം ചെറുതാണെന്ന് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത്യാവശ്യം നല്ല പവറിൽ സംഭവം പറക്കും. പിന്നെ അതുപോലെ അത്ര ഹൈറ്റ് ഒന്നും പോവില്ല, എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പറക്കും കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഞാൻ 2300 രൂപ സംതിങ് വന്നിട്ടുണ്ട് ഈ ഒരു സാധനത്തിൻ്റെ റേറ്റ്. നമ്മുടെ ഈ ഒരു ഡ്രോണിന് 1700 രൂപ സംതിങ് ഉള്ളൂ. ഇതിനൊക്കെ ഞാൻ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം, നിങ്ങൾ ജസ്റ്റ് കയറി നോക്കിയേക്ക്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ബാറ്ററി ഇട്ട് കൊടുക്കണം. ഇതിൽ ഉയരുമ്പോൾ നമ്മുടെ റിമോട്ടിൽ കയറുന്ന ബാറ്ററി ഉണ്ടല്ലോ, ചെറിയ ബാറ്ററി, അതാണ് നമ്മൾ ഇതിൽ ഇട്ട് കൊടുക്കേണ്ടത്. ഇത് നമ്മളിങ്ങനെ ഔട്ട്ഡോറിലൊക്കെ പരത്തുമ്പോൾ ഇത് പാളി പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കാരണം ഇതിന് കുറച്ച് വെയിറ്റ് കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് എന്തായാലും നോക്കി നോക്കാം. സോ ഇതിൽ ഓണാക്കേണ്ട സ്വിച്ച് വന്നൊക്കെ എന്ത് കണ്ട, ഇവിടെ ചെറിയൊരു മൈന്യൂട്ട് ഒരു സ്വിച്ച് ഉണ്ട്. അത് ഓണാക്കുമ്പോൾ ഇവിടെ ലൈറ്റും കാര്യങ്ങളും കത്തും. ഞാൻ ഇത് ഒരു ഡാർക്ക് റൂമിൽ ഒരു കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ, എന്നിട്ട് ഇതിൽ
ഇതിങ്ങനെ ആക്കും, സോറി ഇത് ഓൺ ആക്കണം. അപ്പോൾ സൗണ്ട് വരും. എന്നിട്ട് സോ ഇത് കണക്ട് ആയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, അപ്പോൾ കണക്ട് ആയിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ഇനി ഇതിൽ നമ്മളിങ്ങനെ വെച്ചിട്ട് ഇതേ നമ്മുടെ ഈ ഒരു സ്വിച്ച് ഇടുക, ഇത് അമർത്തുമ്പോൾ ഇതിങ്ങനെ പൊന്തും. ഓ ഗായ്സ് അത് നല്ല കാറ്റായതുകൊണ്ടാണ് ആ സാധനം വീണ് പോയത്. സോ നമുക്കിത് ഒരു എന്താ പറയുക, നമുക്ക് റൂമിലുണ്ടൊരു പറത്തി വെക്കാം. റൂം എന്ന് പറയുമ്പോൾ കാറ്റൊന്നും കടക്കാൻ പറ്റാത്ത സ്ഥലത്ത് നമ്മൾ പറത്തി വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ചെറിയൊരു ഏരിയ ഉള്ളൂ, ചെറിയൊരു റൂമുകളെന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ പറത്താൻ പറ്റും. അപ്പോൾ പുറമേ പറത്തി കഴിഞ്ഞാൽ ഇത് കാറ്റടിച്ചിട്ട് സംഭവം വീണ് പോവും. ഓക്കെ, അതാണ് ഒരു പ്രശ്നം എന്ന് പറയുന്നത്. വേറെ നമുക്ക് ഉള്ളിൽ പോയിട്ട് പറത്തി കാണിച്ചു തരാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ ഉള്ളിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ എത്തുന്നുണ്ടെന്ന്. സോ കണ്ട അത്യാവശ്യം ലൈറ്റും കാര്യങ്ങളായിട്ട്, പിന്നെ ഈ ടയറൊന്നും കറങ്ങണ ടയറൊന്നുമല്ല. കണ്ടാ ഇതാണ് അടിപൊളിയായിട്ട് കത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ റൂമിൽ വന്നേക്കാണ്, കാരണം പുറത്ത് നമ്മൾ ഇത് വിടുമ്പോൾ ഇത് ലൈക്ക് കാറ്റടിച്ചിട്ട് സാധനം വീണ് പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മളിത് ഇവിടെ ജസ്റ്റ് ഇതിൽ ഓണാക്കാൻ പോവാണ്. ഇവിടെ ഓണാക്കുക. അപ്പോൾ ഇവിടെ കണ്ട ലൈറ്റ് എത്തും. അതേപോലെ തന്നെ ഇതിലും ഓണാക്കിയിട്ടുണ്ട്. ഓക്കെ സെറ്റ്. ഇനി ഇത് ഇവിടെ വയ്ക്കുക. എന്നിട്ട് നമ്മുടെ ഇതിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യണം ഒന്നുകൂടി. ഇപ്പോൾ കണക്റ്റ് ആയിട്ടുണ്ടെന്നുകൊണ്ട് കണ്ടോ. ഓക്കെ, ഇപ്പോൾ അത് നിങ്ങൾക്ക് പറക്കണ കാണാൻ പറ്റും. ഓക്കെ, ഇനി ഈ ഒരു സ്വിച്ച് ഉണ്ടല്ലോ, ഈ സ്വിച്ച് നിങ്ങൾ അമർത്തണം. അപ്പോൾ ഇത് പൊന്തും. ഓ ഓ ഓ ഓ ഇവർ പറഞ്ഞേക്കണ രീതിയിലാണെങ്കിൽ അതെ ഇത് ഇവിടെ അമർത്തുമ്പോൾ ഇത് പൊന്തേണ്ടതാണ് ഗായ്സ്. അപ്പോൾ ഒരു സ്ഥലത്തേക്ക് മാത്രം. ഔ എൻ്റെ കൈ 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 പോയി. ഒന്നുകൂടി പൊന്നിച്ച് നോക്കാം ഗൈസ്. ഗായ്സ് ഗായ്സ് അപ്പോൾ നമ്മുടെ ബൈക്ക് അവർ പറഞ്ഞ പോലെ ഒന്നും പൊന്തണമൊന്നുമില്ല. ഐ തിങ്ക് സംഭവം കംപ്ലൈൻ്റ് ആണെന്ന് തോന്നുന്നുണ്ട്. ഇതിൻ്റെ ഇത് അത്ര ഫാസ്റ്റായിട്ട് കറങ്ങുന്നില്ല. ഈ ഒരു ഇതിൽ നമ്മുടെ ഇത് അടിപൊളി വർക്കാവുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ടെസ്റ്റ് ചെയ്യായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാം, ഇതിൽ അങ്ങനെ ഫ്ലിപ്പ് അടിക്കാൻ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഇവിടെ 2 സ്വിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്ത് പറയാൻ, എന്ത് ചെയ്യാം, നമ്മുടെ നിർഭാഗ്യവശാൽ നമ്മുടെ ഇത് കൃത്യമായി വർക്കാവുന്നില്ല. അതുകൊണ്ട് ഇതിൻ്റെ ബാക്കിലത്തെ ഈ ഒരു ഇതാണ് പ്രശ്നം. ഇത് പൊന്തൊന്നുമില്ല, അതാണ് മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 2300 രൂപ കൊടുത്ത് വാങ്ങിയ ഐറ്റം വർക്കിംഗ് അല്ല. സോ അത് ഞാൻ എന്തായാലും റിട്ടേൺ ചെയ്യാൻ പോവുകയാണ്. സോ ഞാൻ താഴത്തെ ലിങ്കും കാര്യങ്ങളൊന്നും കൊടുക്കണില്ല. എന്തായാലും ഇത്രയുള്ള നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്.